India Spirit. Travancore Soul. Yes. കടൽ കടന്നുപോയി കച്ചവടം നടത്തിയ ഒരു ബ്രാൻഡിനെ കുറിച്ച് തന്നെയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. വർഷങ്ങൾക്ക് മുൻപ് പെരിയാർ നദി രണ്ടായി തിരിഞ്ഞു പോരടിക്കുന്ന എറണാകുളം ജില്ലയിലെ പാണിയേലിപ്പോര് എന്ന സ്ഥലത്ത് നിന്നാണ് ഇതെല്ലാം തുടങ്ങുന്നത്. കുട്ടനാട്ടിൽ നെല്ല്, മലബാറിൽ പറങ്കി മാമ്പഴം, ചില സ്ഥലങ്ങളിൽ ശർക്കരയും കറുവപ്പട്ടയും എല്ലാം ശ്രദ്ധാപൂർവം വെള്ളത്തിൽ കലർത്തി പുളിപ്പിച്ച് മൺകുടങ്ങളിൽ വാറ്റിയെടുത്ത ശേഷം സീൽ ചെയ്ത് മണ്ണിനടിയിൽ കുഴിച്ചിടുന്നു. ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞ് ഇത് തുറന്നു നോക്കുമ്പോൾ കത്തുന്ന വാറ്റായി മാറുമായിരുന്നു. അങ്ങനെ പാണിയേലിയിൽ നിന്നും പാടിക്കേട്ട ഈ രസക്കൂട്ട് ആദ്യം ന്യൂസിലാൻഡിലേക്കും പിന്നീട് ഓസ്ട്രേലിയയിലേക്കും യാത്ര ചെയ്തു. തിരുവിതാംകൂറിലെ കഠിനാധ്വാനികളായ കർഷകരിൽ നിന്നും അവരുടെ വാറ്റിയെടുക്കുന്ന രീതികളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ആ സംരംഭകൻ ഇതിന് റോയൽസ് ട്രാവൻകൂർ സ്പിരിറ്റ് എന്ന് പേര് നൽകിയത്. 2023 അവർ തങ്ങളുടെ ആദ്യ ഉൽപ്പന്നമായ മണവാട്ടി ഓസ്ട്രേലിയയിൽ പുറത്തിറക്കി. പിന്നീട് കോഹിനൂർ ജിൻ, ഫ്രോസ്ഫെയർ വോഡ്ക, ഗ്ലെനോർക്കി വിസ്കി തുടങ്ങി ഒരുപാട് പ്രോഡക്റ്റുകൾ ഓസ്ട്രേലിയയിലെയും ന്യൂസിലാൻഡിലെയും മലയാളി കമ്മ്യൂണിറ്റിക്ക് ഇന്ന് ലഭ്യമാണ്. 1996 കേരളത്തിൽ ചാരായം നിരോധിച്ചതിന്റെ ഓർമ്മയ്ക്കായി ഒരു മണവാട്ടി കേരള ബാൻ എഡിഷനും ഈ ഈസ്റ്ററിൽ അവിടെ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അതുപോലെ ഇപ്പോഴിതാ റോയൽ ട്രാവൻകൂർ സ്പിരിറ്റ്സ് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. 2024 ഡിസംബറിൽ അവർ ഗോവയിൽ ലോൺ ടസ്കർ അഥവാ ഒറ്റക്കൊമ്പൻ എന്ന പേരിൽ ഇന്ത്യയിലെ ആദ്യത്തെ ബൊട്ടാണിക്കൽ റം പുറത്തിറക്കിയിരുന്നു. സ്ട്രൈവേഴ്സ് റിസർവ് പ്രീമിയം ബ്രാൻഡി, നേക്ഡ് ഫ്യൂവൽ, ഗ്രേപ്പ് ഫ്രൂട്ട്, ഫ്ലേവേർഡ് വോഡ്ക എന്നിവയും ഇതോടൊപ്പം ഇന്ത്യയിൽ എത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചയായി സൗത്ത് കേരള ബേവറേജ് ഔട്ട്ലെറ്റുകളിലും മാഹിയിലെ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലും ഗോവയിലും ഇവ മൂന്നും ലഭ്യമാണ്. നിരവധി അന്താരാഷ്ട്ര ബ്രാൻഡുകളെ മറികടന്ന് ഈ വ്യവസായത്തിലേക്കുള്ള ഒരു മാസ് എൻട്രിയിലൂടെ കേരളത്തിൽ ജനിച്ച ഉൽപ്പന്നം തരംഗമാകുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും.